അൻവറിന് നല്ല രീതിയിലേക്ക് വോട്ട് വരും എന്നുള്ള രീതിയിലേക്ക് എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് പല ഏരിയകളിലേക്കും ഈ ഷൗക്കത്ത് സ്വരാജ് എന്നതിനപ്പുറത്തേക്ക് അൻവർ വല്ലാതെ രീതിയിലേക്ക് ഉയർന്നു വരുന്നില്ല എന്നതാണ്. അങ്ങനെ സ്വാധീനിക്കണമെങ്കിൽ മറ്റുള്ള പാർട്ടികൾ മുന്നണികളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സംഘടനാ സംവിധാനം ഉണ്ടാവും, ഇലക്ഷൻ മെഷീനറി പ്രവർത്തിക്കും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംവിധാനം ഇല്ലല്ലോ. അൻവറിന് വലിയ രീതിയിലേക്കുള്ള ജനസമ്മതി ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ ഉള്ളിൽ വലിയ രീതിയിലേക്ക് ചർച്ചയുണ്ട്. ആ ചർച്ച വരുത്തി തീർത്തത് അദ്ദേഹത്തിന്റെ ആ റാലിയോട് കൂടിയാണ്. ആ റാലിയോട് കൂടി വന്ന ആ ഒരു സംഭവം ഉള്ള ഏരിയകളിലേക്ക് ഇല്ല എന്ന് തീർത്തും പല ആളുകളൊക്കെ നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാൽ ഈ മൈക്ക് എടുത്തു കഴിഞ്ഞാൽ പറയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് അവരും കൺഫ്യൂസ്ഡ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സപ്പോർട്ട് പോവോ അല്ലെങ്കിൽ പാർട്ടിക്കാർ നമ്മളെ തെറി പറയോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ പറയുന്നുണ്ടാവാ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വിദൂര പ്രദേശങ്ങളിൽ പോലും ഗ്രാമീണ മേഖലയിൽ പോലും ചെന്ന് അവിടുത്തെ ഏതാണ്ട് 600-ലധികം ആളുകളുമായി നേരിട്ട് സംവദിച്ച് തയ്യാറാക്കിയ ആ സർവേയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. അത് ഇന്ന് ഏറ്റവും വലിയ ചർച്ചയാണ്. ആ സർവേക്ക് നേതൃത്വം കൊടുത്ത അൽബാബുവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് ഇങ്ങനെയൊരു സർവേ നടത്തിയപ്പോൾ, പ്രത്യേകിച്ചും വളരെ വിപരീതമായൊരു കാലാവസ്ഥ, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയം, ഇങ്ങനെയൊരു സർവേ ഇത്രയും കൂടുതൽ ആളുകളെ, നേരത്തെ പല സർവേകളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സർവേ നടത്താനുള്ള കാരണം എന്തായിരുന്നു? 600 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. കാര്യം സാധാരണ 200-250 നമ്മൾ പുറത്തുവിടാറുള്ളത്. പുതുപ്പള്ളിയൊക്കെ 250-350 റേഞ്ച് ആയിരുന്നു. പക്ഷെ ഒരു 600 പേരെ പുറത്തു വിടണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മത്സരം നല്ല രീതിയിലേക്കുള്ള ഒരു ടൈറ്റാണ്. അത് സമ്മതിച്ചുകൂടായില്ല. പിന്നെ എത്രയും പെട്ടെന്ന് ഇലക്ഷൻ വന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ജനങ്ങൾ. കാര്യം അത്രയും രീതിയിലേക്കുള്ള പ്രകടനങ്ങളും പ്രശ്നങ്ങളും ആ ഒരു നിലമ്പൂരിൽ ഉത്സവമായിരുന്നു എന്ന് കുറച്ച് ആളുകൾ കരുതുമ്പോൾ ആ നിലമ്പൂർ ഒരു നരകമായിരുന്നു എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അതായത് അത്രയും രീതിയിലേക്ക് ശബ്ദ മലിനീകരണം വലിയ രീതിയിലേക്ക് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു സാധനം ഇലക്ഷനെ തന്നെ വെറുത്തുപോയ കുറെ ആളുകൾ, കുറച്ച് ആളുകൾ കച്ചവടക്കാർ. പക്ഷെ ഇലക്ഷൻ സമയത്ത് സാധാരണ പൊളിറ്റീഷ്യന്മാരൊക്കെ പറയുന്നത് അത് നമ്മുടെ ഒരു ഉത്സവം എന്നാ പറയാം, അല്ലെ? നമ്മളൊരു കുറ്റം പറയാല. 600 പേരെ സർവേ എന്ന് പറയുമ്പോൾ എല്ലാ ഏരിയയിലും പോയി എടുത്ത സർവേ ആണ്. അത് നിലമ്പൂർ ടൗണിൽ നിന്ന് എടുത്ത എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ മണ്ഡലങ്ങളും പോയി, എല്ലാ പഞ്ചായത്തുകളിലും പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എടുത്ത സർവേ ആണ്. 600 പേരുടെ സർവേ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു സാധനമാണ്. പിന്നെ സർവേയിൽ പലപ്പോഴും നമ്മളുടെ സർവേ ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അഡീഷണൽ വന്ന ബൈറ്റുകൾ നമ്മൾ പുറത്തുവിടാറുണ്ട്, ഇല്ലേ? നമ്മൾ അതുകൂടെ എടുത്തു വെക്കാറില്ല എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു വിശ്വാസം ജനങ്ങൾക്കുള്ളത്. കുറെ ആളുകൾ നമ്മളോട് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് സർവേ പുറത്തുവിടാത്തതെന്ന്. അപ്പൊ ലാസ്റ്റ് മൂവ്മെന്റ് ആവട്ടെ എന്നുള്ള രീതിയിലേക്കായിരുന്നു. പിക്ചറുകൾ മാറേണ്ടതുണ്ട് അവിടെ, അല്ലെ? അപ്പോൾ ആദ്യം ഒന്ന് ഉരുത്തിരിഞ്ഞ് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അവിടെ ഒരു ചിലരെങ്കിലും പറയും ത്രികോണ മത്സരമാണ് എന്നുള്ള രീതിയിലൊക്കെ അൻവറിന്റെ എൻട്രി ഒരു കൺഫ്യൂഷൻ പൊതുവിൽ തുടക്കത്തിൽ ഉണ്ടാക്കിയിരുന്നല്ലോ. അത് ജനങ്ങളിലേക്ക് കുറേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ യഥാർത്ഥത്തിൽ ആ സർവേയിൽ നിഴലിക്കുന്നുണ്ടോ? തീർച്ചയായും. അതായത് അൻവറിന് നല്ല രീതിയിലേക്ക് വോട്ട് വരും എന്നുള്ള രീതിയിലേക്ക് എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച്, അതായത് നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളുടെ വോട്ടായിരിക്കും അൻവറിന് വരിക എന്നതാണ്. അതോടുകൂടെ തന്നെ അൻവറിന്റെ ഭാവി രണ്ട് ഭാഗത്താണ്. ഒന്നുകിൽ ജയിച്ചു അല്ലെങ്കിൽ തോറ്റു എന്നുള്ള ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ഭാവിയാണ് അൻവറിനുണ്ടാവുക. സാധാരണ ഒരു പൊളിറ്റിക്കൽ ലെവലിലേക്ക് നിൽക്കുന്ന ഒരാളുടെ അപ്പുറത്തേക്കുള്ള ഒരു ഭാവിയാണ് അൻവറിന് പോവുക. അപ്പം അൻവറും മാക്സിമം അൻവറിന്റെ കൂടെയുള്ള ആളുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഉള്ള ഏരിയകളിലേക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഉള്ള ഏരിയകളിലേക്ക് പല ഏരിയകളിലേക്കും ഈ ഷൗക്കത്ത് സ്വരാജ് എന്നതിനപ്പുറത്തേക്ക് അൻവർ വല്ലാതെ രീതിയിലേക്ക് ഉയർന്നു വരുന്നില്ല എന്നതാണ്. അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അൻവറിന് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ സ്വാധീനിക്കണമെങ്കിൽ മറ്റുള്ള പാർട്ടികൾ മുന്നണികളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സംഘടനാ സംവിധാനം ഉണ്ടാവും, ഇലക്ഷൻ മെഷീനറി പ്രവർത്തിക്കും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംവിധാനം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും പുറത്ത് കാണുന്ന ഒരു ഇപ്പം നഗരങ്ങളിലോ അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു അഭിപ്രായത്തിലൂടെ അതിനെ നമുക്ക് ഗ്രാമീണ മേഖലയിലേക്ക് കൂടി പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. തീർച്ചയായും. അല്ല, അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. കാര്യം കൃത്യമായ രീതിയിലേക്ക് താങ്കൾ പറഞ്ഞ പോലെ തന്നെ സംവിധാനങ്ങൾ കുറവുണ്ടാവും, ഇല്ലേ? ഇന്നിപ്പോ മഴയില്ല,
അതുകൊണ്ട് തന്നെ മഴ ഉണ്ടെങ്കിൽ പല ആളുകൾക്ക് വാഹന സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും. വോട്ടിംഗ് ശതമാനം കൂട്ടാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും. ഇന്ന് നല്ല രീതിയിലേക്ക് വോട്ടിംഗ് ശതമാനം ഉണ്ടാവുന്നതായിരിക്കും തോന്നുന്നത്. വലിയ രീതിയിലേക്ക് മഴ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ സംഭവം വാസ്തവമാണ്. അൻവറിന് വലിയ രീതിയിലേക്കുള്ള ജനസമ്മതി ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ ഉള്ളിൽ വലിയ രീതിയിലേക്ക് ചർച്ചയുണ്ട്. ആ ചർച്ച വരുത്തി തീർത്തത് അദ്ദേഹത്തിന്റെ ആ റാലിയോട് കൂടിയാണ്. പക്ഷെ ആ റാലിയോട് കൂടി വന്ന ആ ഒരു സംഭവം ഉള്ള ഏരിയകളിലേക്ക് ഇല്ല എന്ന് അതിന്റെ പ്രഭാവം ഉണ്ടായിട്ടുണ്ടെന്ന് തീർത്തും പറയും. പക്ഷെ അതുപോലെ തന്നെ ഷൗക്കത്തിനാവട്ടെ, അൻവറിനാവട്ടെ, സ്വരാജിനാവട്ടെ, തുറന്നു പറയാൻ മടിക്കുന്ന ആളുകൾക്ക് ആർക്ക് വോട്ട് ചെയ്യുന്നു പറയാൻ കഴിയില്ല. ആ സർവേയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഏതാണ്ട് 150ഓളം ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്താൻ ആദ്യമായിട്ടാണ് 10, 14, 20 വരാറുണ്ട്. പക്ഷെ 150 പേര് എന്ന് പറയുമ്പോൾ നാലിലൊന്നാണ് അല്ലെ? 4/1 ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്താതെ മാറി നിൽക്കുന്ന ഒരു സർവേ കൂടിയാണ്. ആ അഭിപ്രായം, ഈ 150 പേരുടെ അഭിപ്രായം എങ്ങോട്ടും മാറാവുന്നതാണ്. അങ്ങനെയാണല്ലോ. അത് ഇപ്പം ബാബു അവിടെ ചെന്ന് ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ശരീരഭാഷ അല്ലെങ്കിൽ എന്തുകൊണ്ടോ അവർ പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും അത് എങ്ങോട്ട് മാറുമെന്നാണ് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നത്. പല ആളുകളൊക്കെ നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാൽ, ഈ മൈക്ക് എടുത്തു കഴിഞ്ഞാൽ പറയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് അവരും കൺഫ്യൂസ്ഡ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സപ്പോർട്ട് പോവോ, അല്ലെങ്കിൽ പാർട്ടിക്കാര് നമ്മളെ തെറി പറയുമോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ പറയുന്നുണ്ടാവാം. ഒറ്റയടിക്ക് ഞാൻ ഇന്ന പാർട്ടിക്കാരനല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണല്ലോ, അവനെ മതിക്കും, സോഷ്യൽ മീഡിയ അവനെ കൊന്നുകളയും, ആ രീതിയിലേക്ക് പോവും എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. എന്തായാലും ഇന്നലത്തെ ഒരു സർവേയിൽ എനിക്ക് വളരെ കൃത്യമായ പിക്ചർ കിട്ടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആര്യാടൻ ഷൗക്കത്ത് ഒരു ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രേക്ഷകരോട് പറയുന്നത്, നമ്മൾ ഒരുപാട് സർവേകൾ പുറത്തു വിടാറുണ്ട്. പക്ഷെ ആ ഒരുപാട് സർവേകൾ പുറത്തു വിടുമ്പോഴും ആ സർവേ റിസൾട്ട് വരുന്നത് വരെ എന്നെ തെറി പറയാനാണ് സ്വാഭാവികമായിട്ട് പതിവ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്തവണയുണ്ട്. അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് അവിടെ നിൽക്കുന്ന ജനപ്രതിനിധികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ എത്രത്തോളം ആളുകളെ കാണാൻ കഴിയും? 600-700 പേരെ കാണുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനപ്പുറത്തേക്ക് അവരുടെ ബൈറ്റ് എടുക്കുക, അവരോട് സംസാരിക്കാൻ വേണ്ടി പറയാ എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അവർ ധൈര്യപൂർവ്വം ആ അഭിപ്രായം രേഖപ്പെടുത്താൻ മുന്നോട്ട് വരികയും ചെയ്യാം. അതിന് പല രീതിയിലേക്കുള്ള ആളുകൾ പറയും. സ്ത്രീകൾ, ഇപ്പോ ഇന്നലെയൊക്കെ വന്ന കമന്റ്, സ്ത്രീകളുടെ അടുത്ത് ഞാൻ പോയില്ല എന്നല്ല. സ്ത്രീകളുടെ അടുത്ത് പോകുമ്പോൾ പല ആളുകളും സ്ത്രീകൾ വിസമ്മതിച്ചു കളയും. പിന്നെ പൊതുവെ സ്ത്രീകൾ വീട്ടിൽ പോയി നമുക്ക് ചോദിക്കാൻ കഴിയില്ലല്ലോ. എടുക്കുന്ന സ്വാഭാവികമായിട്ട് കാണുന്ന ആളുകളെ അവരെ നിർബന്ധിക്കാതെ പറയിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ബൈറ്റ് പോലും, പ്രത്യേകം പറയുകയാണെങ്കിൽ ഒരു ബൈറ്റ് പോലും ഞാൻ മാറ്റി വെക്കുന്നില്ല. അത്തരം ഒരു കംപ്ലൈന്റോ പരാതിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% നമ്മളെ വിളിക്കാം. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ആര്യാടൻ ഷൗക്കത്ത് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്വരാജിന് വരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്വരാജിന്റെ മൈനസുകളും ഷൗക്കത്തിന്റെ മൈനസുകളും കൂട്ടിക്കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു പ്രശ്നം, നിഷ്പക്ഷമായി നിൽക്കുന്ന വോട്ടുകൾ അത് എവിടെ പോകും എന്ന് കൂടെ നമ്മൾ ചിന്തിക്കാം. എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ സർവേ ഇതിനു മുമ്പ് നടത്തിയ സർവേകളുടെ ഒക്കെ മെഗാ സർവേ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നിലമ്പൂർ വന്നിട്ടുള്ളത്. അതിൽ നേരിയ ഒരു മുന്നേറ്റം ആര്യാടൻ ഷൗക്കത്തിനുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ബാബു സർവേ അവസാനിച്ചത്. നേരത്തെ ബാബു നടത്തിയ സർവേകളെല്ലാം പറഞ്ഞത് അച്ചട്ടായി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ഇത് അങ്ങനെ നടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഈ സർവേയിൽ പങ്കെടുത്ത ആളുകളൊക്കെ വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്.